ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th മൊഡ്യൂളാണ്. ദാറ്റ് ഈസ് റിമോട്ട് സെൻസിങ്. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ വേർഡ് ഇറ്റ് സെൽഫ് അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിമോട്ട് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ടച്ചിങ്, അതാണ് അർത്ഥം. സെൻസ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിനിങ് ഇൻഫോർമേഷൻ. അപ്പോൾ റിമോട്ട് സെൻസിങ് നമുക്ക് എങ്ങനെ അതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഒബ്റ്റെയിനിങ് ഇൻഫോർമേഷൻ അബൌട്ട് എൻ feature or an object without touching that object. That is called remote sensing. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷന് സാധാരണ നമ്മൾ ഫോറസ്റ്റ് ഫയർ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ ഹാർവെസ്റ്റിംഗ്, വെതർ കണ്ടീഷൻസ്, ഇതിൻ്റെയൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ എന്ത് വരുന്നുണ്ട്? റിമോട്ട് സെൻസിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 5th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിലബസ് വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ഇതായി ചെയ്യുന്നതാണ് എന്ത് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോളേജ് ഗെയിൻ ചെയ്യുന്നത് ബൈ എക്സ്പീരിയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നോളേജ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് സയൻസ് ആണ്. നമ്മൾ എക്സ്പീരിയൻസും വേണം, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ലോജിക് പ്രോസസ്സിന് ചെയ്യുന്നുണ്ട്. ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫോർമേഷൻ അബൌട്ട് എൻ ഒബ്ജക്റ്റ് ഓഫ് ഫീച്ചർ വിത്തൗട്ട് ഫിസിക്കലി കമ്മിങ് ഇൻ കോണ്ടാക്ട്. ഫിസിക്കലി കോണ്ടാക്ട് ചെയ്താൽ വിത്തൗട്ട് ടച്ചൊക്കെ ചെയ്യാതെ അതിൻ്റെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ദാറ്റ് റിമോട്ട്ലി കളക്റ്റഡ് ഡാറ്റ ത്രൂ വേരിയസ് സെൻസേഴ്സ് മേ ബി അനലൈസ്ഡ് ടു ഒബ്റ്റെയിൻ. അപ്പോൾ റിമോട്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ റിമോട്ട്ലി സെൻസ്, ഒബ്ജക്റ്റിനെ റിമോട്ട്ലി സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻസ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. ദ റിമോട്ട് സെൻസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫറിങ് സർഫസ് പാരാമീറ്റേഴ്സ് ഫ്രം ദി മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫ്രം ദി എർത്ത് സർഫസ്. അപ്പോൾ എർത്തിലുള്ള ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൻ്റെ സർഫസ് പാരാമീറ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫർ ചെയ്യുന്നത്. ഇൻഫറിങ് ദി സർഫസ് പാരാമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ ഇൻഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈ ദി മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സർഫസ് പാരാമീറ്റേഴ്സ് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് ഈസ് ദ ഡിറ്റക്റ്റിംഗ് ആൻഡ് മെഷറിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി emanating or reflected from distant object made of various material so that we can identify, categorize the subjects by class, type, substance and spatial distribution. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എമിനേറ്റ് ചെയ്യുന്നോ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സെൻസ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ക്ലാസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം? റിമോട്ട് സെൻസിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു റിമോട്ട് സെൻസിങ്ങിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡെഫിനീഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയ എന്താണ്? ഇറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. ഡിഫറെൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്. ദാറ്റ് ഈസ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയോ വേവ്സ് ഉണ്ട്, വിസിബിൾ വേവ്സ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോവേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്, അൾട്രാ വയലറ്റ് വേവ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന വേവ്സിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദി വെലോസിറ്റി ഓഫ്
ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ് രണ്ട് രീതിയിലാവാം. ഒന്ന് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയും, രണ്ട് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. അപ്പോൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവും നമ്മളെ സാറ്റലൈറ്റിൽ. ആ സോഴ്സ് എന്ത് ചെയ്യും, ഏതിനെയാണോ നമ്മൾ റിമോട്ട് സെൻസ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിലോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീനെ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒബ്റ്റെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ക്യാമറ എടുക്കുന്ന പോലെ, ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് എന്ത്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി പാസീവ് റിമോട്ട് സെൻസിങ് ഉണ്ട്. പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ സർഫസ് ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും, പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഒരു സോഴ്സ് ഉണ്ട്, ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി നമ്മൾ കൊടുക്കും, അത് റിഫ്ലക്റ്റ് ചെയ്യും, അത് നേരെ സെൻസർ സെൻസ് ചെയ്യും. സെൻസർ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ സ്റ്റേഷനിലോട്ട്, അനലൈസിങ് സ്റ്റേഷനിലോട്ട് എന്ത് ചെയ്യും, അത് എമിറ്റ് ചെയ്ത് കൊടുക്കും, പാസ് ചെയ്യും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കൺട്രോൾ സ്റ്റേഷനിലാണ് നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. And it finds an extensive application in civil engineering include watershed studies. അതിൻ്റെ അപ്ലിക്കേഷനാണ് പറയുന്നത്. എക്സ്റ്റെൻസീവ് അപ്ലിക്കേഷൻ ഉണ്ട്, ഇൻക്ലൂഡ് വാട്ടർഷെഡ് സ്റ്റഡീസ്, ഹൈഡ്രോളജിക്കൽ സ്റ്റേറ്റ്സ്, ഹൈഡ്രോളജിക്കൽ മോഡലിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സർവീസസ് സച്ച് ആസ് ഫ്ലഡ്, ഡ്രഫ് വാർണിംഗ്, മോണിറ്ററിംഗ്, ഡാമേജ് അസസ്മെൻറ്റ് ഇൻ കേസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, അർബൻ പ്ലാനിങ്. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് അപ്ലിക്കേഷന് വരുന്നുണ്ടെന്ന് റിമോട്ട് സെൻസിങ്ങിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സിലബസ് കൊടുത്തിട്ടുള്ളത്, ഒരു 5th മൊഡ്യൂളായിട്ട്. അപ്പോൾ 20 ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് വരുന്നത്, 20 മാർക്ക് ക്രെഡിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ പറയാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡെഫിനീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ടോപ്പിക്കാണ്, ജസ്റ്റ് ഒരു തിയറി മാത്രമേ ഉള്ളൂ. നമുക്ക് 4-5 ക്ലാസ്സുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊഡ്യൂൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.